Hi all, welcome to Radio BMC. This is RJ Alenta. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഏഞ്ചല ലിയ എൽഡൻ ആണ്, ദ ഡയറക്ടർ ട്രെയിനിങ് ആൻഡ് റിക്രൂട്ട്മെന്റ് ഓഫ് SPS അക്കാഡമി ചെന്നൈ. സോ ലാസ്റ്റ് 5 years ആയിട്ട് SPS അക്കാഡമി ഭാരത് മാതാ കോളേജിനെ അസോസിയേറ്റ് ചെയ്ത് ഇവിടെ ട്രെയിനിങ് നടത്തുന്നുണ്ട്. സോ ഹാർട്ടി വെൽക്കം മാം. Thank you so much for having me here. നമ്മുടെ എല്ലാവരുടെയും മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജ് കഴിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സെറ്റിൽ ആവാമെന്നായിരിക്കാം. അതിപ്പോൾ ഓൺടർപ്രണർഷിപ്പ് വഴിയായിരിക്കാം, ഇല്ലെങ്കിൽ കോളേജ് ത്രൂ തന്നെ എവിടെയെങ്കിലും പ്ലേസ്മെൻറ്റ് കിട്ടിയായിരിക്കാം. സോ നമ്മുടെ കൂടെ ഇന്ന് ഏഞ്ചല മാം ഉള്ളത് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാനാണ്. സോഫ്റ്റ് സ്കിൽ ആൻഡ് എംപ്ലോയബിലിറ്റീനെ പറ്റി നമുക്ക് കൂടുതൽ അറിയാൻ വേണ്ടി മാമിനോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ മാം, സോഫ്റ്റ് സ്കിൽ ആൻഡ് എംപ്ലോയബിലിറ്റി ട്രെയിനിങ്ങിലേക്ക് മാമിന് കടന്നു വരാൻ ഇൻസ്പയർ ചെയ്തത് എന്താണ്? ആക്ച്വലി ഞാൻ SPS അക്കാഡമിയുടെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഫൈനൽ ഇയറിൽ എനിക്ക് എംപ്ലോയബിലിറ്റി ട്രെയിനിങ് പ്രോഗ്രാം കിട്ടിയ ഒരു സ്റ്റുഡൻറ്റ്. എൻ്റെ ഒരു ഡ്രീം പാഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു കരിയർ വാസ് ടീച്ചിങ്. ആസ് ഓൾവേസ് എല്ലാവർക്കും അറിയാവുന്ന പോലെ ടീച്ചിങ് മാത്രമേ എനിക്ക് അറിയത്തുള്ളായിരുന്നു. ബട്ട് ഐ വാസ് റിയലി ഇൻസ്പയർഡ് ഓഫ് അവരുടെ ആ ഒരു ട്രെയിനിങ് മെത്തഡോളജി. അതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെയാണ് ഞാൻ ഈ ഒരു HR ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നൊരു ഫീൽഡ് ഉണ്ടെന്ന് തന്നെ അറിയുന്നത്. ആൻഡ് സംതിങ് ദാറ്റ് മേക്സ് മീ സ്റ്റേ വിത്ത് ദിസ് ഇസ്, നമ്മൾ ഈ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുട്ടികളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു റിസൾട്ട് ഉണ്ട്, ഒരു സാറ്റിസ്ഫാക്ഷൻ, ദി എമൗണ്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ദ വി ഗെറ്റ്. അവർക്ക് ജോലി കിട്ടുമ്പോൾ ആൻഡ് വെൻ ദ പേരൻറ്റ്സ് കോൾ us and tell ഇന്ന കുട്ടി എൻ്റെ മോൻ ഇങ്ങനെ ജോലിയായി ആൻഡ് താങ്ക് യു പറയുമ്പോൾ ദാറ്റ് ഗിവ്സ് എ ലോട്ട് ഓഫ് ഒരു സാറ്റിസ്ഫാക്ഷൻ ബീയിങ് എൻ എംപ്ലോയബിലിറ്റി കോച്ച്. സോ ദാറ്റ് ഇസ് വാട്ട് ഇൻസ്പയർസ് മീ ടു സ്റ്റേ വിത്ത് ദ സെയിം. സോ മാം, നമ്മുടെ ഈ പ്രോഗ്രാം കുറേ സ്റ്റുഡൻസ് കാണുന്നുണ്ടാവും. സോ സോഫ്റ്റ് സ്കില്ല് അവർക്കൊക്കെ വേണ്ടി കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള വേയിൽ എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ സോഫ്റ്റ് സ്കില്ല് ടെക്നിക്കൽ സ്കില്ല് പോലെ എന്തോരം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം എന്താണെന്ന് കൂടി പറയാൻ പറ്റുമോ? നമ്മളിപ്പോൾ ഏതൊരു സ്കില്ലിൻ്റെ ഡെവലപ്മെൻറ്റ് പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി നമ്മളുടെ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ എല്ലാ സ്കിൽ സെറ്റ്സിൻ്റെയും എൻഹാൻസ്മെൻറ്റിനെ പറ്റി സംസാരിക്കുന്നത്. സോ നൗ വെൻ വി ലുക്ക് അറ്റ് അവർ ഗോൾ അല്ലെങ്കിൽ ഒരു ബിഗ്ഗർ പിക്ചർ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് പ്രൊഫഷൻ മാത്രമല്ല. വി ബീയിങ് ഹ്യൂമൻ ബീയിങ്സ്, നമ്മളൊരു സോഷ്യൽ ബീയിങ് ആണ്. സോ വി ഹാവ് ഒത്തിരി ആൾക്കാരുണ്ട് ചുറ്റിനും നമ്മളുടെ കൂടെ, നമ്മൾ പലരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഒരാൾക്ക് എങ്ങനെയാണ് അവരോടുള്ളൊരു റെസ്പെക്റ്റ് കൊടുക്കുന്നത്, ഇൻ്റർപേഴ്സണൽ സ്കിൽസ്. സോ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം വെരി ബേസിക്സ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇഫ് യു ലുക്ക് അറ്റ് ആ ഒരു ബിഗർ പിക്ചർ നോക്കുകയാണെങ്കിൽ അൾട്ടിമേറ്റ്ലി ഗ്രേറ്റ് അല്ലെങ്കിൽ ഫെയിം അല്ലെങ്കിൽ ഗ്രേറ്റ്നെസ് എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്കും you start from minute things. How do you sit, or how do you dress properly, or how do you greet another person? So this is what soft skills is. ഏറ്റവും ബേസിക് ആയിട്ടുള്ള എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുക, അല്ലെങ്കിൽ the interpersonal skills that you have, or the communication skills that you have, the teamwork that you have, ഇതെല്ലാമാണ് soft skills. So why is it equally important as of technical skill? കാരണം ടെക്നിക്കൽ സ്കിൽ വെച്ച് മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ബിക്കോസ് അഗൈൻ നമ്മൾ ഒറ്റയ്ക്കല്ല ജീവിക്കുന്നത്. വി ഹാവ് എ ലോട്ട് ഓഫ് പീപ്പിൾ അറൗണ്ട് us. സോ ദിസ് ഇസ് വൈ ഇത് രണ്ടിൻ്റെയും ഒരു അമാൽഗമേഷൻ പോലെയാണ് നമുക്ക് ഒരു സക്സസ്സിലോട്ട് എത്താൻ പറ്റുക, അല്ലെങ്കിൽ ഗോൾ റീച്ച് ചെയ്യാൻ പറ്റുക. സോ ദിസ് ഇസ് വൈ ബോത്ത് ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ മാം, നമ്മുടെ ഈ കോളേജ് ലൈഫിൽ സ്റ്റുഡൻസിന് അക്വയർ ചെയ്യാൻ പറ്റുന്ന, ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ടോപ്പ് സോഫ്റ്റ് സ്കിൽസ് എന്തൊക്കെയാണെന്ന് പറയാമോ? ബേസിക്കലി ഏറ്റവും ഫണ്ടമെൻ്റലായിട്ട് വേണ്ടുന്ന ഒരു സോഫ്റ്റ് സ്കിൽ അല്ലെങ്കിൽ ഒരു സ്കിൽ ഡ്യൂറിങ് ദ കോളേജ് ഡേയ്സ്, അത് സ്റ്റുഡൻസിൽ കാണേണ്ട ഒരു സ്കില്ലെന്ന് പറയുന്നത് ഇസ് കോൺഫിഡൻസ്. ബിക്കോസ് നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, കുട്ടികൾ ഭയങ്കര ക്യൂരിയസ് ആണ്. ദേ വോണ്ട് ടു ലേൺ, ദേ നോട്ട് സ്കേർഡ്, തെറ്റുമോ ശരിയാകുമോ എന്നൊരു പേടിയില്ല. സോ ദേ ആർ ഓൾവേസ് റെഡി ടു ടേക്ക് ചാലഞ്ചസ്, ചെയ്ത് നോക്കാൻ റെഡിയാണ്. സോ നമുക്ക് ബീയിങ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ കോളേജ് സ്റ്റുഡൻസ്, നിങ്ങളുടെ കയ്യിലുള്ളൊരു ലിബർട്ടി ഈസ് ടു മേക്ക് മിസ്റ്റേക്സ്. കാരണം വാട്ട് ഇസ് ദ വേഴ്സ്റ്റ് ദറ്റ് ക്യാൻ ഹാപ്പൻ? എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ കൂടി ദർ ഇസ് നോ മച്ച്, വലിയ എന്തോ ഒരു ലോസോ ഒന്നും നടക്കാൻ പോകുന്നില്ല. സോ യു ഹാവ് ദ ലിബർട്ടി ടു മേക്ക് മിസ്റ്റേക്സ്, ലേൺ. അതിനുള്ള കോൺഫിഡൻസ് ആണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള. ആ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ ഐ തിങ്ക് യു ക്യാൻ ഗോ എ ലോങ് വേ. വലിയ ഒത്തിരി ചാലഞ്ചസ് ഓവർകം ചെയ്യാൻ പറ്റും. നിങ്ങൾ കാണുന്ന ബിഗർ പിക്ചർ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു കാര്യം. നൗ another thing that I feel is important is interpersonal skills. ബിക്കോസ് ഇപ്പോഴത്തെ കാലത്ത് കാണുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെല്ലാം, നോട്ട് ജസ്റ്റ് കുട്ടികൾ, ഇപ്പോഴത്തെ ജനറേഷനിൽ എല്ലാവരും, എവ്രിബഡി ഈസ് എൻഗ്രോസ്ഡ് ഇൻ ദ മൊബൈൽ ഫോൺസ്. ലഞ്ച് ബ്രേക്ക് കിട്ടിയോ എല്ലാവരും മൊബൈലിലോട്ട് നോക്കിയിരിക്കുകയാണ്. സോ ചുറ്റിനുള്ളത് ആരാ, എന്താ, അവരോട് സംസാരിക്കുക. ദർ ഈസ് പഴയൊരു ആർട്ടാണ് സ്മോൾ ടോക്ക് എന്ന് പറയുന്ന ഒരു ആർട്ടാണ്. അതായത് പരിചയമില്ലാത്ത ആൾക്കാരോട് സംസാരിക്കുക. മേ ബി യു മൈറ്റ് ഗെറ്റ് സംതിങ് വെരി മച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടിയെന്ന് വരാം,
കിട്ടിയിട്ടുണ്ടാകാതിരിക്കാം. സോ ഗിവ് ഇറ്റ് എ ഷോട്ട്. സോ ആ ഒരു ആർട്ടൊന്നും ഇപ്പോൾ ഇല്ല, ഒരു സ്മോൾ ടോക്ക് ഇല്ല. ഒരു ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ വി ഡോണ്ട് ടോക്ക് ടു എനിബഡി. സോ ഒരു ഇൻ്റർപേഴ്സണൽ സ്കിൽസ് അല്ലെങ്കിൽ മറ്റൊരാളോട് സംസാരിക്കുക അല്ലെങ്കിൽ മറ്റൊരാളോട് ഇടപെടുക എന്ന് പറയുന്ന ഒരു സ്കില്ലും ഇപ്പോൾ വളരെയധികം നഷ്ടപ്പെട്ടു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ആൻഡ് അൾട്ടിമേറ്റ്ലി ഐ വുഡ് സേ വൺ വെരി ഹ്യൂജ് സ്കിൽ അല്ലെങ്കിൽ സ്കിൽ ദാറ്റ് ഐ ഫീൽ ഇറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഇന്നവിറ്റബിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അഫ്കോഴ്സ് കമ്മ്യൂണിക്കേഷൻ. ബിക്കോസ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നാക്കുണ്ടെങ്കിൽ എവിടെയും ജീവിക്കാം എന്നാണല്ലോ പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇഫ് യു നോ ഹൗ ടു എക്സ്പ്രസ് വെൽ, നിങ്ങളുടെ ഐഡിയാസ് എല്ലാം നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ യെസ് ദാറ്റ്സ് ഇറ്റ്. സോ മേ ബി ഇഫ് യു ക്യാൻ വർക്ക് ഓൺ ഓൾ ദീസ് ത്രീ. ആൻഡ് സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്ന വലിയൊരു അനന്തസാഗരം പോലെ കിടക്കുകയാണ്. സോ അത് നമുക്ക് നിർത്താനും പറ്റില്ല. വി ഹാവ് ലോട്ട്സ് മോർ. സോ ഇതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇത്രയും നാൾ ഈ ഒരു ഫീൽഡിൽ സ്റ്റുഡൻസിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന മാമിന് ഏറ്റവും ബിഗ്ഗസ്റ്റ് ചാലഞ്ചായിട്ട് തോന്നിയത് എന്താണ്? ആൻഡ് ഹൗ ഡിഡ് യു ഓവർകം ഇറ്റ്? ഞാൻ എൻ്റെ ഒരു പ്രൊഫഷനിൽ, ഇത്രയും നാളത്തെ എൻ്റെ ഒരു പ്രൊഫഷനിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ബിഗ്ഗസ്റ്റ് ചാലഞ്ചസ് ഡ്യൂറിങ് ദി ഇനീഷ്യൽ ഡേയ്സ് ഓഫ് മൈ വർക്ക്. ആൻഡ് ദാറ്റ് വാസ് ദി ഏജ്. ഐ ആക്ച്വലി സ്റ്റാർട്ടഡ് ഓഫ് ആസ് എ ട്രെയിനർ വെരി യങ്. ആൻഡ് ആ ഒരു സമയത്ത് ടു ഗെറ്റ് വാലിഡേഷൻ ഫ്രം സ്റ്റുഡൻസ്, അവരെന്നെ ഒരു ട്രെയിനറായിട്ട് കാണാറില്ലായിരുന്നു. അവരെന്നെ ഒരു ഫ്രണ്ടായിട്ട് കണ്ടായിരുന്നു സംസാരിക്കുക. സോ അതുകൊണ്ട് തന്നെ ദാറ്റ് വാസ് വൺ ചാലഞ്ച് ഐ ഫേസ്. ആൻഡ് ആ ഒരു വാലിഡേഷൻ, സോ ദാറ്റ് വാസ് സംതിങ് ദാറ്റ് ഐ ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൾട്ട്. ബട്ട് അത് ഓവർകം ചെയ്തത് വാസ് അഗൈൻ വിത്ത് വൺ ഓഫ് മൈ സ്കിൽ. എൻ്റെ ഒരു സ്ട്രോങ് പോയിൻറ്റും അതാണ്. ഐ ബിൽഡ് റാപ്പോ വെരി ഈസിലി. സോ അതുകൊണ്ട് തന്നെ ഐ വാസ് നെവർ എ ടീച്ചർ, ഐ വാസ് നെവർ ഒരു മെൻറ്റർ ആയിരുന്നില്ല, അല്ലെങ്കിൽ ഒരു ടീച്ചർ മോഡലായിരുന്നില്ല, ബട്ട് മോർ ഓഫ് എ ഫ്രണ്ട് ആയിരുന്നു. സോ ദാറ്റ് ഈസ് ഹൗ, അങ്ങനെയാണ് ഞാൻ എൻ്റെ ഇനിഷ്യൽ ഡേയ്സിൽ ഞാൻ ആ ഒരു ചാലഞ്ച് ഞാൻ ടാക്കിൾ ചെയ്തത്. ആൻഡ് ഗോയിങ് ഫോർവേഡ് അതിനുശേഷവും പോകെ ഒത്തിരി ചാലഞ്ചസ് വരുന്നുണ്ട്. എവറി ഡേ ഓർ എവറി ന്യൂ പ്രോജക്റ്റ് ദാറ്റ് ഐ ഡു ദർ ഇസ് പുതിയ എന്തെങ്കിലുമൊക്കെ ഒരു ചാലഞ്ച് ഉണ്ട്. ബട്ട് സംതിങ് ദാറ്റ് ഐ റിയലി എൻ്റെ ഒരു ഗൈഡായിട്ട് ഞാൻ വെക്കുന്ന സംതിങ് ദാറ്റ് ഐ റിയലി ലൈക്ക്, ദർ ഇസ് എ കോട്ട് ഫ്രം വൺ ഓഫ് ദി കോളേജ് ദാറ്റ് ഐ ഹവ് വിസിറ്റഡ്. ലേൺ ടു ലേൺ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. സോ എവറി ചാലഞ്ച് ദാറ്റ് ഐ ഗെറ്റ്, it's a new learning process. So that doesn't stop me and I try to overcome that. Yeah. ഇന്ന് ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടി മാം എന്ത് മെസ്സേജാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? ഇപ്പോഴത്തെ ഈ ഒരു ഫാസ്റ്റ് പേസ് വേൾഡിൽ എവ്രിതിങ് ഇസ് ആക്സസിബിൾ അറ്റ് ദ ഫിംഗർ ടിപ്സ്. അപ്പോൾ ആക്ച്വലി ഇപ്പോഴത്തെ യൂത്ത് അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഭയങ്കര ഫോർച്ചുനേറ്റ് ആണ്, കാരണം എല്ലാം ഈസിലി ആക്സസിബിൾ ആണ്, പെട്ടെന്ന് കിട്ടും. സോ ഓൺലി വൺ തിങ് ഈസ് അതെല്ലാം പോസിറ്റീവ്ലി യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, റാദർ ദാൻ എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റൻറ്റ് ഡോപ്പമിൻ റഷിന് വേണ്ടി അല്ലാതെ ഒരു ലോങ് ടേം ഗോളോ അല്ലെങ്കിൽ ഒരു ലോങ് ടേം വിഷൻ വെച്ചിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഈ പറയുന്ന ടെക്നോളജീസ് യൂസ് ചെയ്യുവാണെങ്കിൽ അത് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. ബിക്കോസ് AI എന്ന് പറയുന്ന ഈ ഒരു പവർഫുൾ ടൂൾ അതിപ്പോഴും അതിൻ്റെ ഒരു ഫുള്ളസ്റ്റ് പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ ഉള്ളത് ആർക്കും അറിയത്തില്ല, അല്ലെങ്കിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത്. സോ ഗ്രാബ് ആസ് മച്ച് ആസ് ഇൻഫർമേഷൻ ദറ്റ് യു ക്യാൻ. കിട്ടുന്ന നോളജ് എവിടെ നിന്നൊക്കെ അക്വയർ ചെയ്യാൻ പറ്റുമോ അക്വയർ ചെയ്യുക. ദാറ്റ്സ് വൺ സ്മോൾ അഡ്വൈസ് ദറ്റ് ഐ വുഡ് ലീവ്. ഡു നോട്ട് ബി ഫോളോവേഴ്സ് ബട്ട് ബി ലേണേഴ്സ്. ബിക്കോസ് ഈ കേൾക്കുന്നതെല്ലാം നിങ്ങൾ അങ്ങനെ ഫോളോ ചെയ്യണം എന്നില്ല. നിങ്ങൾ കേൾക്കുക, ടേക്ക് ഒപ്പീനിയൻസ് ഫ്രം മൾട്ടിപ്പിൾ ആസ്പെക്ട്സ്, പല പെർസ്പെക്റ്റീവ്സിൽ നിന്ന് കേൾക്കുക, നിങ്ങളത് പ്രോസസ്സ് ചെയ്യുക. പ്രോസസ്സ് ചെയ്തിട്ട് നിങ്ങൾ ലേണേഴ്സിനെ പോലെ ക്യൂരിയസ് ആയിട്ട് ആസ്ക് വൈ ഓർ വൈ നോട്ട് ഓർ വാട്ട് ഇഫ് ചോദിക്കുക. ആൻഡ് അൾട്ടിമേറ്റ്ലി യു ഡിസൈഡ് വാട്ട് ടു ഡു. അത് വളരെ നല്ലൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി നിങ്ങളുടെ നോളജ് ആൻഡ് ദ വിസ്ഡം ദറ്റ് യു ഹാവ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു. സോ ദിസ് ഇസ് മൈ സ്മോൾ അഡ്വൈസ് ദറ്റ് ഐ ഹാവ് ഫോർ യു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു റേഡിയോ BMC. നമുക്ക് വേണ്ടി ഇന്നിവിടെ വന്നതിലും ഇത്രയും ടൈം സ്പെൻഡ് ചെയ്ത് നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നതിലും എല്ലാത്തിനും നന്ദി. Thank you so much. BMC has always been a second home for me. Now I'm very happy. If Radio BMC ലും കൂടി പാട്ടാകാൻ പറ്റിയെന്ന് I'm very glad. Thank you so much team, and thank you so much Radio BMC team. Ooh, Radio BMC.